അമ്മേ, ഇതെന്തേ 100? 100 വർഷമായി മോളെ ഈ പള്ളി പണിതിട്ട്. തൃശൂർ പട്ടണത്തിൽ ശിരസുയർത്തി നിൽക്കുന്ന തൃശൂർ പുത്തൻപള്ളി ബസിലിക്ക തീർത്ഥാടന കേന്ദ്രം. തൃശൂർ പട്ടണത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാൻ രാജാവാണ്. 1800-ന്റെ ആരംഭത്തിൽ തൃശൂർ പട്ടണത്തിന് രൂപം കൊടുത്തപ്പോൾ പട്ടണം വികസിപ്പിക്കുന്നതിനു വേണ്ടി കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിച്ച് നടത്തുന്നതിന് ഒല്ലൂർ, അരണാട്ടുകര, മുക്കാട്ടുകര, കൊട്ടേക്കാട് എന്നീ പ്രാന്തപ്രദേശങ്ങളിൽ കച്ചവടക്കാരായ ക്രിസ്ത്യാനികളെ കോട്ടയ്ക്കകത്ത് പുനരധിവസിപ്പിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഒരു ദേവാലയം തുടങ്ങുവാൻ രാജാവ് അനുമതി കൊടുത്തു. 1814 ആരംഭിച്ച പരിശുദ്ധ വ്യാകുലമാതാവിന്റെ നാമധേയത്തിലുള്ള ആദ്യത്തെ ദേവാലയം ഇന്നത്തെ മർത്താ മറിയം വലിയ പള്ളി എന്ന് അറിയപ്പെടുന്നു. 1900-ന്റെ ആരംഭ കാലഘട്ടത്തിൽ സഭയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് കൽദായ സഭാ വിഭാഗത്തിന്റെ ആസ്ഥാനമായ മർത്താ മറിയം വലിയ പള്ളിയായി മാറുന്നതിന് ഇടയാക്കി. വർഷങ്ങൾ കടന്നുപോയി. അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാമവർമ്മ രാജാവിന്റെ അടുത്ത് കത്തോലിക്കരായ വിശ്വാസികൾക്ക് കോട്ടയ്ക്കകത്ത് ഒരു ദേവാലയം വേണമെന്നുള്ള ആഗ്രഹവുമായി വിശ്വാസികൾ സമീപിച്ചു. ആദ്യത്തെ സാഹചര്യം തികച്ചും അനുകൂലമല്ലായിരുന്നു. പിന്നീട് 1-ാം ലോക മഹായുദ്ധകാലത്ത് വിദേശത്ത് കുടുങ്ങിപ്പോയ തൻ്റെ മകനെ നാട്ടിലെത്തിക്കാനായി കത്തോലിക്ക മെത്രാന്മാരിൽ നിന്നും ലഭിച്ച സഹായത്തിനുള്ള സ്നേഹസൂചകമായി 1925 കോട്ടയ്ക്കകത്ത് പുത്തൻപേട്ടയിൽ കത്തോലിക്ക ദേവാലയം പണിയുവാൻ അനുമതി നൽകുകയും ചെയ്തു. അതാണ് ഇന്നത്തെ പുത്തൻപള്ളി ദേവാലയം. മാത്രമല്ല, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേവാലയം ആകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തൃശൂർ സന്ദർശനവേളയിൽ ഉപയോഗിച്ച ഇരിപ്പിടവും പ്രസംഗപീഠവും വിശുദ്ധന്റെ തിരുശേഷിപ്പുകളായി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സന്ദർശനത്തിന്റെ സ്മാരകമായി 25-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസംഗിച്ച രോഷ്ട്രത്തിന്റെ മാതൃകയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ദേവാലയത്തിൽ ജനിച്ചു വളർന്ന ഇടവകയുടെ മകനാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ്. തൊട്ടുപുറകിലുള്ള എരിഞ്ഞേരി അങ്ങാടിയിലാണ് മാതൃഭവനം. നമ്മുടെ നാട്ടിലെ ഏറ്റവും ശിരസുയർത്തി നൽകുന്ന പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ പള്ളിയാണ്. പരിശുദ്ധ വ്യാകുലമാതാവ് കുരിശിൻ്റെ താഴെ നിൽക്കുന്ന അമ്മയാണ്. ഈ അൾത്താരയിലിരിക്കുന്ന രൂപം എത്ര മനോഹരമാണ്. മരിച്ച ഈശോയുടെ മൃതശരീരം മടിയിലേറ്റുവാങ്ങി ദൈവത്തിൻ്റെ ഇഷ്ടം ഈശോ നിർവഹിച്ചപ്പോൾ ഈശോയെ ചേർത്തു പിടിക്കാൻ ദൈവം നിയോഗിച്ച ദൈവത്തിൻ്റെ ദാസി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അമ്മയുടെ മുദ്രാവാക്യമുണ്ടല്ലോ, അത് ഏറ്റവും പൂർത്തിയായത് കുരിശിൽ നിറക്കിയ ഈശോയുടെ മൃതശരീരം അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോഴാണ്. എൻ്റെ സ്വന്തം ഇടവകയാണ്, ഞാനിവിടെ മാമോദിസ സ്വീകരിച്ച ആളാണ്. 100 കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊരുപാട് വികാരപരമായി അടുപ്പുള്ളൊരു സ്ഥലമാണ് ഞാൻ മാമോദിസ സ്വീകരിച്ചത്. ആദ്യ കുർബാന കൈക്കൊണ്ട സ്ഥലം, എനിക്ക് പട്ടം കിട്ടിയ സ്ഥലം, ഞാൻ പുത്തൻ കുർബാന ചൊല്ലിയ സ്ഥലം, ഇതൊക്കെയാണ്. ആനന്ദമുണ്ട്, അഭിമാനമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ശതാബ്ദി ആഘോഷിക്കുന്ന തൃശ്ശൂർ വ്യാകുല മാതാവിൻ ബസലിക്ക ഇടവാംഗങ്ങൾക്ക്, തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ശതാബ്ദിയുടെ ആശംസകളും മംഗളങ്ങളും ഞാൻ നേരുന്നു. 1814 തൃശ്ശൂർ കോട്ടയ്ക്കകത്ത് ആദ്യമായി ഒരു കത്തോലിക്ക ദേവാലയം സ്ഥാപിതമായത്. കോട്ടയ്ക്ക് പുറത്ത് പുരാതനമായ നിരവധി ദേവാലയങ്ങളുണ്ടെങ്കിലും തൃശ്ശൂരിൻ്റെ ഉള്ളിൽ ഒരു പള്ളി വന്നത് അന്നാണ്. എന്നാൽ പിൽക്കാലങ്ങളിൽ ചില കേസുകളിൽപ്പെട്ട് പലവിധ കാരണങ്ങളാൽ കത്തോലിക്ക സമൂഹത്തിന് ആ പള്ളി നഷ്ടമായപ്പോൾ അതേ സ്ഥലത്ത് തന്നെ, തൃശ്ശൂരിൽ തന്നെ, ടൗണിനകത്ത് തന്നെ ഒരു ദേവാലയം ഉണ്ടാകണമെന്നുള്ള അന്നത്തെ കത്തോലിക്ക സമൂഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമായി തൃശ്ശൂരിൽ 1925 സ്കൂൾ കെട്ടിടത്തെ ഇടവകയാക്കി മാറ്റി, ഇടവക ദേവാലയമാക്കി മാറ്റി. അങ്ങനെ ഇടവകയിൽ വ്യാകുലമാതാവിൻ ഇടവക ആരംഭം കുറിച്ചു. പിന്നീട് അഭിമന്യ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവിൻ്റെ നേതൃത്വത്തിൽ 1929 മുതൽ പുതിയ ദേവാലയ നിർമ്മാണത്തിന് ആരംഭം കുറിച്ചു. ഒരു കാലഘട്ടത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ദേവാലയം തന്നെ ആയിത്തീരാൻ ഈ തൃശ്ശൂർ വ്യാകുലമാതാവിൻ ബസലിക്ക 1944 അത് പൂർത്തിയായത്. പിന്നീട് അതിൻ്റെ മുൻഭാഗത്തെ മുഖവാരം 2 ഗോപുരങ്ങൾ 1955 പൂർത്തിയായി. പിന്നെ 2004 അതിൻ്റെ 3ാമത്തെ ടവറും പൂർത്തിയായത്. എങ്കിലും വിവിധ ഘട്ടങ്ങളിലൂടെ വളർന്ന തൃശ്ശൂർ വ്യാകുലമാതാവിൻ ബസലിക്ക ഇന്ന് ഭാരതത്തിലെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ദേവാലയങ്ങളിൽ ഒന്നാണ്. ഒപ്പം തന്നെ ബസലിക്കയായി ഉയർത്തപ്പെട്ടപ്പോൾ അത് നിരവധിയായിട്ടുള്ള തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു ദേവാലയമായി മാറി. വ്യാകുലമാതാവിൻ ബസലിക്കയിലെ ആ മാതാപാത തന്നെ അനേകായിരങ്ങളെ പ്രത്യേകിച്ച് ഭക്തിയോടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ദൈവത്തിൻ്റെ കൃപകൾ സമൃദ്ധമായി ലഭിക്കാൻ കാരണമായിട്ടുണ്ട്. ശതാബ്ദി ആഘോഷിക്കുന്ന ബസലിക്ക ഇടവക പലതുകൊണ്ടും ഇന്ന് വ്യത്യസ്തമാണ്, ഭക്തിദായകമാണ്, കലാശില്പമുള്ളതാണ്. അതിനേക്കാളെല്ലാം ഉപരി ഒരു നല്ല സഭാസമൂഹമുള്ള, ക്രൈസ്തവ ചൈതന്യം നിൽക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. വ്യാകുലമാതാവിൻ ബസലിക്ക ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും ആശംസകൾ നേരുന്നതോടൊപ്പം ബസലിക്ക ദേവാലയത്തിലൂടെ, വ്യാകുലമാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ദൈവാനുഗ്രഹം സമൃദ്ധമായി ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ, ആരാധനാലയത്തിൽ വരുന്ന ഏവർക്കും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒന്നുകൂടി ശതാബ്ദി ആശംസകൾ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആയിരത്തി 1925 തൃശ്ശൂർ പട്ടണ മധ്യത്തിൽ പരിശുദ്ധ വ്യാകുല മാതാവിന് പ്രതിഷ്ഠിതമായി ആരംഭിച്ച രണ്ടാമത്തെ ദേവാലയം തൃശ്ശൂരിലെ പുത്തൻപള്ളി പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ ബസലിക്ക അതിൻ്റെ ശതാബ്ദി നിറവിലേക്ക് വന്നിരിക്കുകയാണ്. അനേകായിരങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി എത്തുന്ന ഇടമാണ് ഈ വ്യാകുല മാതാവിൻ്റെ ബസലിക്ക ദേവാലയം. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചും അമ്മയുടെ പ്രധാന അൾത്താരയിലേക്ക് മുട്ടിലിഴഞ്ഞ് ജപമാല ചൊല്ലി ദേവാലയത്തിലേക്ക് കടന്നുവന്നും പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ മാധ്യസ്ഥ്യം വഴിയായിട്ട് തങ്ങളുടെ ജീവിതത്തിലെ ഉത്കണ്ഠകളും വ്യാകുലതകളും നിറഞ്ഞ നിമിഷങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി, രക്ഷാകരമായ
ദൈവിക സഹനത്തിൽ പങ്കുചേരാനുള്ള ബലം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വഴിയായി കർത്താവിൻ്റെ കുരിശിൽ നിന്ന് ഭക്തജനങ്ങൾ പ്രാപിക്കുന്നു. തൃശ്ശൂർ അതിരൂപത ശതാബ്ദിയോടനുബന്ധിച്ച് ആരംഭിച്ച അതിരൂപത ആരാധനാലയവും ഈ ബസിലിക്ക ദേവാലയത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി ഇവിടെ എത്തുന്ന ജനങ്ങൾ പരിശുദ്ധ ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നു. ഞായറാഴ്ചകളിലൊഴികെയുള്ള എല്ലാ ദിവസവും പകൽ സമയം മുഴുവനും അനുതാപ ശുശ്രൂഷയിലൂടെ കുമ്പസാരം സ്വീകരിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ഈ ദേവാലയത്തിൽ അവസരമുണ്ട്. വെള്ളിയാഴ്ചകളിൽ പരിശുദ്ധ വ്യാകുല മാതാവിന് പ്രത്യേകമായി പ്രതിഷ്ഠിതമായ ദിവസങ്ങളിൽ അമ്മയുടെ മാധ്യസ്ഥ്യം തേടിയുള്ള നൊവേനയിലും മാതാപാതയിലും പങ്കുചേരാനും ആരാധനയിൽ പങ്കുചേർന്ന് ജപമാല പ്രാർത്ഥനയിലൂടെ അമ്മയെ വണങ്ങി ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിക്കുവാനും ആളുകളെത്തുന്നു. ഗോത്തിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യാകുല മാതാവിൻ ബസിലിക്ക ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താരയിൽ പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ രൂപവും അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് 10 ഉപ അൾത്താരകളും 4 ചാപ്പലുകളും സ്ഥിതി ചെയ്യുന്നു. ഏറെ മനോഹരമായ ഈ ഗോത്തിക് നിർമ്മാണ ശൈലി ഈ ദേവാലയത്തിൽ വന്ന് ചേരുന്നവർക്ക് പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും അമ്മയിലൂടെ ഈശോയിലേക്ക് ദിവ്യകാരുണ്യനാഥനിലേക്ക് എത്തിച്ചേരാൻ അഭിലഷിക്കുന്ന ജനങ്ങളും ഒപ്പം തന്നെ കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനുള്ള അവസരവും അനേകായിരങ്ങൾ ദേവാലയത്തിൽ എത്തിച്ചേരാൻ ഇടയാകുന്നു. കത്തോലിക്കർ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകൾ ഒരല്പസമയം ആശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്കിരിക്കാനായിട്ട് ഈ ദേവാലയത്തിൽ വന്നു ചേരുന്നുണ്ട്. ഗോത്തിക് നിർമ്മാണ ശൈലിയിൽ ഒരു കുരിശാകൃതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് പ്രാർത്ഥനയ്ക്കുള്ള അവസരമൊരുക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഗോത്തിക് ശൈലിയിൽ വാനിലേക്ക് ഉയർന്നു നിൽക്കുന്ന 3 മണിഗോപുരങ്ങളാണ്.
പള്ളിയുടെ മുൻവശത്തുള്ള 160 അടി ഉയരമുള്ള 2 ഗോപുരങ്ങളും പള്ളിയുടെ പിറകിലുള്ള ബൈബിൾ ടവറും. മുൻവശത്തുള്ള മണിഗോപുരങ്ങളിലൊന്നിലാണ് സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫോറിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്ന 7 മണികൾ സ്ഥാപിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ മാലാഖ ജപം ചൊല്ലുന്നതിനായി ദിവസത്തിൽ 3 നേരവും ഉയർന്നു കേൾക്കുന്ന മണിനാദം, അതിനൊപ്പം ആവേ മരിയ ഗീതത്തിൻ്റെ സംഗീതവും ചേർത്ത് തൃശ്ശൂർ നഗരത്തിന് മുഴുവൻ ആത്മീയ ആശ്വാസം പകർന്നുകൊണ്ട് മുഴങ്ങുന്നു. ഈ ദേവാലയം 2025 അനുഗ്രഹീതമായ 100 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ കഴിഞ്ഞ 100 വർഷങ്ങളിൽ ഇവിടേക്ക് ഓടിയെത്തിയ അനേകായിരം വിശ്വാസികൾക്കും ഈ നാടിനും നഗരത്തിനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വഴിയായി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ഈ ഇടവകയെയും ഈ നാടിനെയും ആത്മീയ നവീകരണത്തിലേക്ക് നയിക്കുവാനും ഈ ശതാബ്ദി വർഷം തീർച്ചയായിട്ടും ഉതകണം. ഒപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ മുഖമുദ്രയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഈ 100-ാം വർഷം ഈ നാട്ടിൽ അടയാളപ്പെടുത്തപ്പെടുകയും ചെയ്യും. ശതാബ്ദി വർഷത്തിൽ മനുഷ്യാവതാരത്തിൻ്റെ 2025-ാം ജൂബിലി വർഷം ആചരിക്കുന്ന ഈ അവസരം ഈ ദേവാലയ വാതിൽ പൂർണ്ണദണ്ഡവിമോചനത്തിൻ്റെ ആനുകൂല്യങ്ങളോടുകൂടി വിശ്വാസികൾക്കായി തുറന്നിട്ടിരിക്കുന്നു. കുരിശിന്റെ തിരുനാളിന്റെ പിറ്റേ ദിവസം എല്ലാ വർഷവും സെപ്റ്റംബർ 15-ാം തീയതി ഊട്ടുതിരുനാളായി ആചരിക്കുന്നു. പ്രതിഷ്ഠയുടെ ഓർമ്മയായിട്ടാണ് പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് പ്രതിഷ്ഠാ തിരുനാൾ കൊണ്ടാടുന്നത്. മടിയിൽ മയങ്ങുന്ന പുത്രന്റെ ചിത്രവും ചൊടിയിൽ വിതുമ്പുന്ന മാതൃത്വവും മാനസഭിത്തിയിൽ എന്നും തെളിയുന്ന മാനവ സ്നേഹത്തിൻ